അല്ല ഈ കോൺഗ്രസ്സുകാരെ ബ്രൂവറി എന്ന് പറഞ്ഞ് വേണ്ട ബഹളം വെക്കുന്നുണ്ടല്ലോ. സ്വാഭാവികം. കോൺഗ്രസിന് അതിൽ വെപ്രാളം ഉണ്ടാവുന്നത് സ്വാഭാവികം മാത്രം. അതെന്താ? ഈ ലക്ഷ്മി ഹെബൽക്കർ എന്ന പേര് കേട്ടിട്ടുണ്ടോ? അതാരേ ഈ ലക്ഷ്മി ഹെബൽക്കർ? കേട്ടിട്ടൊന്നുമില്ല പേര്. അവർക്ക് എന്തായാലും കാര്യം? അതൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക്. ഇത് കർണാടകയിലെ ഏതോ മന്ത്രിയല്ലേ? ഇവരും കോൺഗ്രസും ബ്രൂവറിയും തമ്മിൽ എന്താണ് കണക്ഷൻ? പറഞ്ഞുതരാം. കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ സ്പിരിറ്റ് കൊണ്ടുവരുന്നത് കർണാടകയിൽ നിന്നാണെന്ന് അറിയാലോ. ഇങ്ങനെ ഏറ്റവും കൂടുതൽ സ്പിരിറ്റ് കൊണ്ടുവരുന്ന ഷുഗർ ഹെയ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ മുതലാളി ഇവരാണ്. അല്ല, ഇവരവിടുത്തെ വനിതാ ശിശുമായ വകുപ്പ് മന്ത്രിയാണ്. മാത്രമല്ല മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷയാണ്. എന്തായാലും നല്ല ബെസ്റ്റ് മന്ത്രി. ഇത് മാത്രമല്ല, വേറൊരാളുണ്ട്, മൃണാൾ ഹെബൽക്കർ, യൂത്ത് കോൺഗ്രസിന്റെ കർണാടകയിലെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്. ആളുടെ കമ്പനിയും കൊണ്ടുവരുന്നുണ്ട് ആവശ്യം പോലെ സ്പിരിറ്റ്. അത് ശരി, ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. കേരളത്തിൽ ബ്രൂവറി വന്നു കഴിഞ്ഞാൽ ഇവർക്കാണല്ലോ നഷ്ടം. അപ്പൊ ഉറപ്പായിട്ട് സതീശനും ചെന്നിത്തലയ്ക്ക് പൊള്ളും. ഇവർ ഇതുവരെ ഇത് നിയമസഭയിൽ ഉന്നയിച്ചിട്ടില്ല. അല്ലെങ്കിൽ തുമ്മിയാലും തെറിച്ചാലും നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവരുന്ന ടീംസാ. അത് ശരിയാണല്ലോ. ഇതിൽ നിയമവിരുദ്ധമായ ഒന്നും നടന്നിട്ടില്ല. എല്ലാ അനുമതികളും കൃത്യമായി തന്നെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നിയമസഭയെ കൊണ്ടുവന്ന ഒളിഞ്ഞ് പാളീസാവുന്ന പ്രതിപക്ഷത്തിന്, കോൺഗ്രസിന് നന്നായിട്ട് അറിയാം. അല്ല, ഇങ്ങനെ ഒരെണ്ണം ഇവിടെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബ്രൂവറി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ എന്തെങ്കിലും ഗുണമുണ്ടോ? പിന്നല്ലാതെ. ഏകദേശം 600 കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടാവും. പിന്നെ 600ഓളം പേർക്ക് നേരിട്ടും 2000ഓളം പേർക്ക് അല്ലാതെയും നേരിട്ടല്ലാതെയും തൊഴിലവസരങ്ങൾ ഉണ്ടാകും. പിന്നെ ഇപ്പൊ നിലവിൽ കേരളത്തിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണല്ലോ സ്പിരിറ്റ് കൊണ്ടുവരുന്നത്. ഇതിന് GST ഉൾപ്പെടെയുള്ള എല്ലാ വരുമാനവും മറ്റ് സംസ്ഥാനങ്ങൾക്കാണ് ലഭിക്കുന്നത്. പക്ഷെ ഇങ്ങനെയാവുമ്പോൾ കേരളത്തിന് വരുമാനവും ലഭിക്കും. അല്ല, സ്വന്തം സംസ്ഥാനത്ത് വരുന്ന ഒരു വ്യവസായം അപ്പുറത്തെ സംസ്ഥാനത്തുള്ള രാഷ്ട്രീയക്കാരന്മാർക്ക് അല്ലെ ഇവരെ പാർട്ടിയിലെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി മുടക്കുന്ന കോൺഗ്രസ്സുകാരുടെ മനസ്ഥിതി അത് മനസ്സിലാകുന്നില്ല. ഇതെല്ലാം പോട്ട് ഈ സാധനങ്ങളെല്ലാം അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം പൊളിഞ്ഞ് പാളിസായി. എന്നിട്ട് ഇവർ കാക്കൂന്ന് വിളിച്ചു നടക്കണം എന്തിനാണെന്നാണ് മനസ്സിലാവാത്തത്. മനസ്സിലായില്ലേ? കോൺഗ്രസ് നേതാക്കളായ മുതലാളിമാർക്ക് വേണ്ടി മാത്രമാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. അതിലൊരു സംശയമില്ല.